വി.ഡി. സതീശന് വേണ്ടി ഒറ്റയ്ക്ക് തെരുവിലിറങ്ങുമെന്ന് തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ട്. ജനം വോട്ട് ചെയ്തത് വി.ഡി. സതീശന്റെ നിലപാട് മാത്രം കൊണ്ടാണെന്നും ജിതിൻ പല്ലാട്ട് ഫേസ്ബുക്കിൽ കുറിച്ചു. ദിലീഷ തിലകനുണ്ട് കോഴിക്കോട് നിന്ന്. ദിലീഷ, ഇത്തരത്തിൽ പലയിടത്തു നിന്നും നേതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും അതിന് പുറത്തും എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അമൽ അസിത, തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഒറ്റയാൾ പോരാട്ടവുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് വി.ഡി. സതീശന് വേണ്ടി താൻ ഒറ്റയ്ക്ക് തെരുവിലേക്ക് ഇറങ്ങുമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് ജനം ഈ പാർട്ടിക്ക് വോട്ട് ചെയ്തത് വി.ഡി. സതീശന്റെ നിലപാട് കണ്ടാണ് എന്നാണ് ജിതിൻ പല്ലാട്ട പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വി.ഡി. സതീശന് എത്ര MLA-മാരുടെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും താൻ ഈ ഒരു ഒറ്റയാൾ പോരാട്ടവുമായിട്ട് സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നാണ് ജിതിൻ പല്ലാട്ട് ഫേസ്ബുക്കിലൂടെയാണ് ഇത്തരത്തിൽ ഒരു സമര ആഹ്വാനം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, കോഴിക്കോട് വിവിധ ഭാഗങ്ങളിലായിട്ട് ഇന്നലെ രാത്രി കുറ്റ്യാടി മേഖലകളിലെല്ലാം ഇത്തരത്തിൽ വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള ഫ്ലക്സുകൾ വെക്കുകയും ഒരു വിഭാഗം UDF പ്രവർത്തകർ പ്രകടനവുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇന്ന് ബാലുശ്ശേരിയിലും ഇത്തരത്തിൽ വി.ഡി. സതീശന് പിന്തുണയുമായിട്ട് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി എന്ന തലക്കെട്ടോടു കൂടിയാണ് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് പുത്തൂർവട്ടം അങ്ങാടിയിലാണ് 5ാം വാർഡ് കമ്മിറ്റിയുടെ പേരിലാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ വച്ചിരിക്കുന്നത്. അത് ആരാണ് വച്ചത്, ഏത് സമയത്താണ് വച്ചത് എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നൊരു തലക്കെട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിലായിട്ട് ഫ്ലക്സ് ബോർഡുകൾ വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം UDF പ്രവർത്തകരുടെ പ്രകടനം ഇന്ന് കോഴിക്കോടുണ്ട്. മുതലക്കുളത്ത് നിന്നുമാണ്, പാളയത്ത് നിന്നും മുതലക്കുളം വരെയാണ് ഇത്തരത്തിൽ പ്രകടനവും ആയിട്ട് ഒരു വിഭാഗം UDF പ്രവർത്തകർ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഉയരുന്നുണ്ട്. ഇന്നലെ കുറ്റ്യാടി മേഖലയിൽ ഉൾപ്പെടെ പല പ്രവർത്തകരും ഇത്തരത്തിൽ ഒറ്റയാൾ പോരാട്ടമായിട്ടും മാത്രമല്ല ഫ്ലക്സ് ബോർഡുകളും പ്രകടനവുമായിട്ടെല്ലാം രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം. എന്തായാലും അമൽ, മുഖ്യമന്ത്രി ചർച്ച പുരോഗമിക്കവേ നേതാക്കൾക്ക് വേണ്ടി വ്യത്യസ്ത നിലകളിലാണ് പിന്തുണ അറിയിച്ചും സോഷ്യൽ മീഡിയയിൽ അതിന് പുറത്ത് തെരുവിൽ ഫ്ലക്സ് ആയിട്ടല്ലേ പല വിധത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.